ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മാർച്ച് 29 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്താ പറയുക, പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്തിനാന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. ഇന്നപ്പോൾ പ്രത്യേകിച്ച് ബർത്ത്ഡേ സെലിബ്രേഷനോ യാതൊരു പരിപാടിയില്ല. എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാർച്ച് തുടക്കം തൊട്ടേ എനിക്ക് ഗിഫ്റ്റ് ആണെങ്കിലും സർപ്രൈസ് ആണെങ്കിലും ഇങ്ങനെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് ഇന്ന് ഭയങ്കര ഫ്രീ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ സെലിബ്രേഷനൊക്കെ നേരത്തെ കഴിഞ്ഞു. ചെറിയൊരു കേക്ക് കട്ടിങ്, ചെറുതല്ല, ഒരു കേക്ക് കട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉമ്മായും മാപ്പിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സ് സർപ്രൈസ് ആയിട്ട് വീട്ടിൽ വന്നു. കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ ഈ ഒരു മാർച്ച് മാസം എന്ന് പറയുന്നത് ഫുൾ എനിക്ക് ബർത്ത്ഡേ വൈബായിരുന്നു. അതുകൊണ്ട് ഇന്നെന്ന് പറഞ്ഞ് സ്പെഷ്യലായിട്ടല്ല, മാർച്ച് എന്ന് പറയുമ്പോഴേ എനിക്ക് എൻ്റെ ബർത്ത്ഡേ അങ്ങനെയാണ്. കുറേ പേര് വിഷ് ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് കുറേ വിഷസ് വരുന്നുണ്ട്, യൂട്യൂബിൽ നിന്നാണേലും ഫ്രണ്ട്സൊക്കെ ആണേലും. അപ്പോൾ അതൊക്കെ മെസ്സേജ് ചെയ്തും റിപ്ലൈ കൊടുത്തും ഒക്കെ ഇങ്ങനെ ഇരിക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേ സംഭവം സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത്, ഞാൻ എനിക്കായിട്ട് തന്നെ ഒരു ഗിഫ്റ്റ്, സെൽഫ് ഗിഫ്റ്റിംഗ് കഴിഞ്ഞ വർഷം തൊട്ടാണെന്ന് തോന്നുന്നു ഞാൻ സെൽഫ് ഗിഫ്റ്റിംഗ് ഞാൻ കുറച്ചുകൂടി ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ വർഷവും എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാടെ വാപ്പിയുടെ ഭാഗത്തുനിന്ന് ഒരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിഷ്വൽസ് ഞാൻ ഇനി വഴിയെ ഇടാം. ഇത് എവിടെ നിന്ന് ഞാൻ എന്തൊക്കെ എടുത്ത് വെച്ചെന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ. അപ്പോൾ സെൽഫ് ഗിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗോൾഡ് ഒരു ആംഗ്ലറ്റ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ ആയി വിചാരിക്കുന്നു ഇങ്ങനൊരു ആംഗ്ലറ്റ് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ പിന്നെ കരുതി ബർത്ത്ഡേ ഒക്കെ വരികയല്ലേ, അപ്പോൾ ഒരു സെൽഫ് ഗിഫ്റ്റിംഗ് തന്നെ ആകാമെന്ന്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽ തന്നെ ഞാൻ കൊടുത്തു. അതുപോലെ എനിക്ക് കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ സെൽഫ് ഗിഫ്റ്റിംഗ്. ഇനി അപ്പോൾ എൻ്റെ കേക്കിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. കേക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എപ്പോഴത്തെയും പോലെ തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ് എൻ്റെ കേക്ക് ഏത് വേണമെന്നുള്ളത്. പക്ഷേ ഇത്തവണ എനിക്ക് അത്ര കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. കാരണം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഇറങ്ങിയ ടൈം തന്നെ എപ്പോഴോ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു കേക്കിൻ്റെ ഡിസൈൻ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ മതിയെന്ന് ഞാൻ അന്നേ പറഞ്ഞു വെച്ചത്. ഞാൻ അത് തന്നെ എൻ്റെ കേക്കാക്കി മാറ്റി. ഈ കേക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ, ലിപ്സ്റ്റിക്കും ഐലൈനറും ഒക്കെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട്, പിന്നെ ഇങ്ങനെ ഒരു ഐ ഷാഡോ ഉള്ള നല്ല 2 കണ്ണുകളൊക്കെ വെച്ചിട്ടുള്ളൊരു കേക്ക് ഡിസൈനാണ്. കറക്റ്റാണോ അമ്മ? അതാണടാ പൊന്നു മോളെ, പൊന്നു സഖി, എന്തിനാ പിണക്കമ്മ? കണ്ടോ എൻ്റെ കണ്ണ് കണ്ടോ ഗായ്സ്? ഇനി മേലാൽ ഇങ്ങനത്തെ കേക്കും കൊണ്ട് ഞാൻ വരത്തില്ല. ടെൻഷൻ സംഭവം കുറച്ച് ടാസ്ക് ആയിരുന്നു. ആ ഒരു പിരികവും കണ്ണും ഒക്കെ വെക്കാനായിട്ട് അതിൻ്റെ ഒരു ദിശ മാറിയാൽ മതിയല്ലോ, കുളവാകും. അങ്ങനെ എന്തായാലും കേക്ക് എന്തായാലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കൊന്ന് റെഡിയാകാമെന്ന് പറയുമ്പം കുറച്ച് റെഡി ആവണമല്ലോ. ബർത്ത്ഡേ ഡ്രസ്സിലൊക്കെ നമ്മൾ കുറച്ച് അണിഞ്ഞൊരുങ്ങിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ? ഔട്ട്ഫിറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതുവരെ എനിക്ക് എടുക്കാത്തൊരു കളറൊക്കെ നോക്കി അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തൊരു ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്തായാലും ഞാൻ ഷോർട്സിലൂടെ ഇടുന്നുണ്ടായിരിക്കും. ഈ ഒരു കേക്ക് കട്ടിംഗ് പ്ലാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നോമ്പ് തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ ആയിട്ടാണ്. കാരണം ഈ നോമ്പിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഈ ഒരു ഫോട്ടോസ് എടുപ്പോ അല്ലെങ്കിൽ കേക്ക് കട്ടിങ്ങോ അതൊന്നും നടക്കത്തില്ല. ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇത് കണ്ടുകൊണ്ട് ഞാൻ നേരത്തെ ഇതുപോലെ അറേഞ്ച് ചെയ്തിരുന്നതാണ്. നേരെ പോകുന്നത് കൊല്ലമാണ്. അവിടെയാണ് കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്താണോ എങ്ങനെയാണോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാനിലുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കുറച്ച് നേരം അവിടെ നിന്ന് ഫ്രഷായി, കുറച്ച് ദൂരം കൊല്ലം പോകാനായിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇത് എന്നെ കൊണ്ട് കൂടിയ കൂടത്തിലെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഈ ഒരു പരിപാടിക്ക് നിന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷനിലോട്ട് പോയി. ഹാപ്പി ബർത്ത്ഡേ അവർ പ്രിൻസസ് ദിയ. എൻ്റെ പൊന്നേ, ഇത് വീടോ? അത് കാണിച്ചേ. എൻ്റെ ഈ ഒരു ഹൈ വോൾട്ടേജ് ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് നമ്മൾ അങ്ങനെ കരുതിയുള്ളൂ. പക്ഷേ ഈ ഒരു ഇങ്ങനെ ഡെക്കോർ ചെയ്തതും ആ ഒരു കേക്കും ഒക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഈ ഒരു ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻസൈറ്റ് ഇവൻറ്റ് മേക്കേഴ്സ് ആണ്. ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ അവർ പ്രിൻസസ് ദിയ എന്നുള്ള ബോർഡും ആ ഒരു ഡെക്കോറൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ കിളി പോയി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, കുറേ ഫോട്ടോസ് കേക്ക് വെച്ചിട്ടും ഉമ്മായും വാപ്പിയായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഫ്ലവറും കടലും മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നു. എൻ്റെ ഫോട്ടോസൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി.
അങ്ങനെ നമ്മളുടെ അവിടെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി മിനി വ്ലോഗോ വാട്ടേറ്റിനിടെയോ അങ്ങനെ ഏതോ ഒരു വീഡിയോസിലൊക്കെ ഈ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത്രയുള്ളായിരുന്നു ഇവിടുത്തെ പരിപാടി. ഇനി നമുക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്ന സർപ്രൈസാണ്. ഉമ്മയുടെയും മാപ്പിയുടെയും ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ കിട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ മാർച്ച് 15 എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് സർപ്രൈസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ വീട്ടിൽ വരുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. വെറുതെ ലേസി ആയിട്ട് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ 3 പേരാട്ടോ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും പഠിക്കാനായിട്ട് പുറത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. പക്ഷെ നാട്ടിലിവിടെ ഉള്ളവർ 3 പേര് പ്ലാൻ ചെയ്ത് ഞാൻ അറിയാതെ ഞാനില്ലാതെ ഒരു ഗ്രൂപ്പൊക്കെ ദിയാടെ പിറന്നാൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് വീട്ടിൽ വന്ന് ഇതിന് കൂട്ടുന്നത് ഉമ്മച്ചി മാപ്പിയും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. അവർ വന്നത് ഭയങ്കര സർപ്രൈസ് ആയി കേട്ടോ. കാരണം നമ്മൾ സാധാരണ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ നേരം എല്ലാ മീറ്റപ്പിലും ഞാൻ എന്തായാലും കൂടെ കാണും. ഞാനില്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഒരു മീറ്റിംഗ് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇവർ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി പ്ലാൻ ചെയ്ത് ഗിഫ്റ്റ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സർപ്രൈസ് ആയി. ശരിക്കും ഞാൻ ഞെട്ടി. അത് ബർത്ത്ഡേ വ്ലോഗിന് ഞാൻ ഇങ്ങനെയാണോ ഇരിക്കുന്നേ? ഞാൻ പൊട്ടിക്കണ്ടേ? ഞാൻ പൊട്ടിക്കുന്ന അല്ലാതെ നല്ല ഡ്രസ്സൊക്കെ രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് ജസ്റ്റ് ഒന്ന് സെറ്റിൽ പോയി ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ്സ് ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാണ്. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ? ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം പച്ചമാങ്ങ. ഇത് എന്തിനാ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇവര് പച്ചമാങ്ങ കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഷിഫാടെ ഓരോരോ ഇത് ഒന്ന് ഇത് ക്രിയേറ്റിവിറ്റി. ഇത് ഷിഫാടെ ക്രിയേറ്റിവിറ്റി ആണെന്ന് പറയുന്നുണ്ട്. നീ പറ, നീ സംസാരിച്ചിരുന്ന് ഞാൻ പൊട്ടിക്കാൻ നീ പൊട്ടിക്കാനൊക്കെ ആയിട്ട് മോളെ ആക്സസറീസ് നീ അതത് ബാക്കി മറ്റേ നിനക്ക് ഇതൊക്കെ വാങ്ങിക്കാനുള്ള നീ എന്നോട് വന്ന് ചോദിച്ചതോ? ഓർഡർ ചെയ്യണം. അത് 2 ലോക്കറ്റ് തിരിച്ചിടാം. എനിക്ക് വയ്യ. അടുത്തത് ഇത് ശരിയാണോ? സർപ്രൈസ് തുറന്നു നോക്കുന്നു. എനിക്ക് ഇതൊക്കെ ഉണ്ടോ? ഇപ്പൊ വാങ്ങിച്ചോണ്ട് വന്നോ? നോക്കാം. ശരി, അടുത്തത് പെട്ടി മാത്രമേ ഉള്ളൂ വലുത്. എടി അത് കുഴപ്പമൊന്നുമില്ല. അതില് എന്തോ ആണെങ്കിലും എനിക്കിത് പൊട്ടിക്കാനുള്ളതുണ്ടല്ലോ. അത് ഇച്ചിരി കഷ്ടപ്പെടും. എന്റെ വീട് പൊളിച്ചിടരുത് പ്ലീസ്. Many more happy returns of the day, my dearest അമ്മണി. കാണിക്കാൻ എഴുതി തന്നു. കൊള്ളാമോ? കൊള്ളാടി. ഇതെവിടുന്നാ പറയത്തില്ല. താങ്ക് യു സോ മച്ച്. അതിന്റെ ആവശ്യമില്ല, താങ്ക് യു എന്ന് പറയേണ്ട ആവശ്യമില്ല.
പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം എന്തെന്നോട്ടെ ഗിഫ്റ്റ് ഒന്നും അല്ല, ഇവർ കയറി വന്നത് എന്നെ പ്ലാൻ ചെയ്യാതെ ഇവരൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ദിയാടെ പിറന്നാളെന്ന് പറഞ്ഞിട്ട്. ഞാനില്ലാതെ രഹസ്യം എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഗ്രൂപ്പീസ് വലിയത് ഭയങ്കര മോശമാണ്. അതിന് കൂട്ട് നിൽക്കാൻ എന്റെ ഉമ്മ, അതിലും വലിയ വിഷമമായി. എന്നാലും കുഴപ്പമില്ല. കണ്ടോ അങ്ങനെ ഇവരുടെ പെട്ടെന്നുള്ള വരവും ആ ഒരു ഗിഫ്റ്റും കാര്യങ്ങളും കൂടെ ഒക്കെ കണ്ടപ്പോഴേക്കും എൻ്റെ ഹാപ്പിനെസ്സും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അങ്ങ് എക്സ്ട്രീം ആയിരുന്നു. ഒത്തിരി സന്തോഷമായി. കാരണം കുറേ നാളായിരുന്നു ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ദിയാടെ പിറന്നാൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ വീട്ടിൽ ഇരിക്കേണ്ടെന്ന് കരുതി നമ്മൾ അടുത്തൊരു ആറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം പോകുന്നൊരു സ്ഥലമാട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും സ്കൂട്ടറൊക്കെ ഓടിച്ച് അവിടെ പോയി കുറച്ച് നേരം പാട്ടൊക്കെ പാടി ഞങ്ങളുടേതായ രീതിക്ക് ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അവിടെ അങ്ങ് അടിച്ചു പൊളിച്ചു. ഇതിൽ കുറച്ച് പേരും കൂടെ മിസ്സിങ് ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ വേറൊരു വൈബായിരുന്നേനെ. എന്തായാലും ആ ഒരു ദിവസം ഫുള്ള് വൈകുന്നേരം വരെ എന്നെ ഹാപ്പി ആക്കിയിട്ട് അവരും അങ്ങനെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഗൈസ് എൻ്റെ ബർത്ത്ഡേ ഏകദേശം കഴിയാറായിട്ടുണ്ട്. സമയം 10 മണിയായി രാത്രി. വാപ്പി ഇനിയിപ്പോൾ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയതും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ 2-3 ഗിഫ്റ്റ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സംഭവം എന്ന് പറഞ്ഞത് ഈ ഒരു പെർഫ്യൂം ആട്ടോ, ഈ ഒരു ബോക്സ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. പിന്നെ ഇതൊന്നും പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇതൊന്നും ഗിഫ്റ്റ് കിട്ടുമെന്ന്. പിന്നെ എനിക്ക് ഈ ഒരു ജോക്രാമിക്സിൻ്റെ കുറച്ച് ഇങ്ങനത്തെ ആക്സസറീസും ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കമ്മലുണ്ടോ, ഇതൊക്കെ ഇതിലുള്ളതാണ്. കുറേ ചെയിൻസ്, കുറച്ച് ആക്സസറീസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര രസമുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഇടും, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെയൊക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഈ ഒരു ഹെഡ്സെറ്റ് സംഭവം ഞാൻ യൂസ് ആക്കി കേട്ടോ. എനിക്ക് ഇന്ന് കിട്ടിയെങ്കിലും ഇന്ന് നല്ലപോലെ ഞാൻ ഇന്ന് അത് യൂസ് ആക്കി തീർത്ത്. ഇത് ഈ ഒരു ഹെഡ്സെറ്റ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഗിഫ്റ്റാണ് ഇത്. എൻ്റെ സത്യം പറഞ്ഞാൽ ഈ ബ്ലോഗിൽ ബർത്ത്ഡേ ഗിഫ്റ്റും സർപ്രൈസും അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ആക്ച്വലി എനിക്ക് ഞാൻ ആ സമയത്ത് സർപ്രൈസായ മിക്ക വീഡിയോസും ഇപ്പോൾ ഈ കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞാൻ നല്ലപോലെ സർപ്രൈസായി ഇങ്ങനെ ഇരുന്നൊരു സംഭവമുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിന്ന് ജുനു ഈ ഒരു ടോപ്പ് വന്നു കേട്ടോ. എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നും പറഞ്ഞാൽ എനിക്ക് ഒരു ടോപ്പ് വന്നു. ഇത് സംഭവം ബാഗി ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ്. വരും വീഡിയോസിലൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഇതും കൊള്ളാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. പിന്നെന്താ, അപ്പം നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ കുറച്ച് രാവിലത്തെ മീൻസ് ഇന്ന് ഒരു പരിപാടി ഇല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ വാപ്പി വന്നിട്ടുണ്ടായിരിക്കും. അപ്പം കേക്ക് ഒന്ന് കട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ കുറച്ച് ഇത് കാണിക്കും. അതുകൊണ്ട് വ്ലോഗ് കഴിഞ്ഞു, ബർത്ത്ഡേ കഴിഞ്ഞു ഗൈസ്. 10 മണിയായി. 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ മിണ്ടരുത്, അതാണ് ഇവിടുത്തെ റൂള്. അപ്പം എന്തായാലും നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. ഹലോ ഗൈസ്, ഞാനീ സദസ്സിന് വന്ദനം അഖിലാണ്ട മണ്ഡല. എനിക്ക് ഞാൻ നോക്കട്ടെ, ക്യാമറ ഓണാവതും നോക്കിയിട്ട്. അപ്പൊ ഗൈസ് എന്റെ ബർത്ത്ഡേ ഏകദേശം കഴിയാറായി. എന്റെ ബർത്ത്ഡേ ഏകദേശം കഴിയാറായി. അപ്പോ രണ്ടുപേരും പിടിച്ചിരുത്തി. പ്രത്യേകിച്ച് ചോദിക്കാൻ ഒത്തിരി ഒന്നും ഇല്ല. എന്നെ കണ്ടും കേട്ടും മടുത്ത് ഈ ഒരു ദിവസം എങ്ങനെയും കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന 2 ആൾക്കാരാണ്. അപ്പൊ ജസ്റ്റ് ചോദിക്കാനുള്ളത് എന്താണ്, എന്തെങ്കിലും പറ. വാപ്പി ഇന്ന് രാവിലെ എറണാകുളത്തൊക്കെ പോയിട്ട് നോമ്പൊക്കെ പിടിച്ച് ഭയങ്കര ടയർഡായിട്ടിരിക്കുക. ഒന്നും സംസാരിക്കത്തില്ലെന്നാ പറഞ്ഞത്. പക്ഷെ എന്തേലും 2 വാക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നന്ദി, നമസ്കാരം. ഉമ്മാക്ക് മീൻസ് ഒരു 10 മാസം എന്നെ കൊണ്ട് നടന്ന എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തൊക്കെ പറയണ്ടേ? ഇക്കല്ല, ഉമ്മയെ കൊണ്ട് നടന്നേ. ഉമ്മ പറ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ സന്തോഷമുണ്ടോ? സന്തോഷം. ഇവള് എന്താ പറയാ, ഒരു സംസാരിക്കാൻ അറിയാനായ പ്രായം മുതൽ ഈ ബർത്ത്ഡേ ഒരു ദിവസം നമുക്ക് സ്വസ്ഥത തരത്തില്ല. അതന്നെ, അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതന്നെ. എങ്ങനെയും കട്ട് ചെയ്തിട്ട് എണീറ്റ് പോവാവോ എന്നാണ് വാപ്പിയുടെ അതല്ല, ഒരു ഡിസൈൻ പറയാൻ എടുത്തു തന്നപ്പോ സംഭവം നമ്മള് എന്തായാലും ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് കേക്ക് ചെയ്യുന്ന വീട്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ പോറല്ലേ. അപ്പൊ പിന്നെ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഫസ്റ്റിൽ ഇപ്പൊ ഞാൻ ആദ്യമേ ഈ വിഷ്വൽ ഇതാ നമ്മുടെ ലാസ്റ്റ് ഇതായിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പം നമ്മൾ എവിടെ കൊല്ലം പോയി കേക്ക് കട്ട് ചെയ്തതും ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. എന്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നതും ഒക്കെ. ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് മാർച്ച് 29 നമ്മൾ ശരിക്കും ഇന്ന് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി അതൊക്കെ നേരത്തെ നമ്മൾ നോമ്പിന് മുന്നേ നമ്മൾ എടുത്തു വെച്ചിരുന്ന വീഡിയോ. കുറെ പേര് കമന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇട്ടപ്പം നോമ്പില്ലേ, നോമ്പിനാണോ ഈ വീഡിയോസ് ഒക്കെ എടുത്തിരുന്നത്. നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു
ടാസ്ക് ഞാൻ അങ്ങ് ഒതുക്കി വെച്ചതാ. അല്ലെങ്കിൽ നമുക്ക് നോമ്പ് കാലത്ത് ഭയങ്കര പാടായിരിക്കും, അവിടെ വരെ ട്രാവൽ ചെയ്തിട്ട് വാപ്പിക്കാണേലും ഞങ്ങൾക്കാണേലും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ നേരത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു വെച്ച് അങ്ങനെ വെച്ചിരുന്നതാണ് ഗൈസ്. അപ്പൊ എന്റെ ഒരു ലെക്ക് നോക്കണേ. ഇപ്പൊ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എനിക്കറിയാവുന്നവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡയറി മിൽക്ക് പള്ളിയിൽ നിന്ന് തറാവി കഴിഞ്ഞിട്ട് കിട്ടിയ പൊതി, ബിരിയാണി പൊതി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നയാ. ഞാൻ ആരാ എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും പെട്ടെന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോയപ്പോഴാണ് നീ കോൾ വന്നത്, ഇതുവരെ കേക്ക് എടുക്കാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഗിഫ്റ്റും കൂടെ കിട്ടി, ഹാപ്പിയായി. അപ്പൊ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. ഇനിയെങ്കിലും കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. നല്ല കേക്ക്, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഏത് കേക്കാണോ? വൈറ്റ് ഫോറസ്റ്റ്. അപ്പം കൈ ഇട്ടിട്ട് വരട്ടെ ഗൈസ്. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എനിക്ക് ഗിഫ്റ്റ് ഇല്ലയോ? ഗിഫ്റ്റ്. എടാ ഇതൊഴി വാ വന്നോ. കണ്ടോ, എനിക്കറിയാം ഈ വീട്ടിൽ ഗിഫ്റ്റ് കാണുന്നറിയാം, പക്ഷെ നീ അതെന്തായിരിക്കും നിക്ക് ഗായ്സ്. കവറേ ഉള്ളൂ. നിക്ക് അതും കൂടെ തന്നെ. ഓക്കെ നിക്കേ. ഞാൻ അപ്പം ഗായ്സ് ലെറ്റ്സ് അൺബോക്സ് ദ ഗിഫ്റ്റ്. അൺബോക്സിംഗ് ഡ്യൂട്ടി ആയി ഇരിക്കുകയാണ് ഞാൻ. പക്ഷെ എനിക്ക് ഞാൻ സർപ്രൈസ് ആവാത്ത എന്താന്ന് വെച്ചാൽ എല്ലാ വർഷവും എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും. അത് എല്ലാവർക്കും അറിയാം, എനിക്ക് എന്തെങ്കിലും ഇവർ കരുതും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വലിയ സർപ്രൈസ് ആവുന്നില്ല. പക്ഷെ ഇത് അധികം വലിയോ. അയ്യോടാ, കമ്മല്. എനിക്ക് ജസ്റ്റ് സിമ്പിൾ സ്റ്റഡിനോട് ഭയങ്കര ഇതുണ്ട്. കൊള്ളാം. ഇത് ഉമ്മയുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് അറിയത്തില്ല, ഇത് ഉമ്മാക്ക് ഇടാൻ വേണ്ടിട്ടാ, ഉറപ്പാ. അതാണ് ഈ ഒരു മോഡൽ തന്നെ എടുത്തത്. പക്ഷെ കൊള്ളാം കേട്ടോ. വാടാ ഗൈസ്, നമുക്ക് ഇത് വാപ്പിയാണോ പാക്ക് ചെയ്തേ? പറ. അതൊന്നും പറയത്തില്ല. ഷേഡോ എടേ, എന്റെ പൊന്നെ, ഞാൻ ഇത് എന്റെ ഫേസിന്റെ അത്ര ഉണ്ടല്ലോ റബ്ബേ. ഇതാരുടെയാ? ഇത് എവിടുന്നാ വാപ്പി? ഇല്ല കടയിന്നാണോ? ഇത് എന്നെ കണ്ണു വലിയ കണ്ണാണ്. കഷ്ടം. ഓ പരിഷ്കാരി. കൊള്ളാവോ? സീരിയസ് ആയിട്ട് എനിക്ക് എന്നെ ഒന്നും കാണുന്നില്ലല്ലോ റബ്ബേ. എടാ ഇത് ഇത് വലിയ ഓവർ സൈസ് അല്ലേ കണ്ണാടിയൊക്കെ ഇങ്ങനെ? അത് ടീഷർട്ടാമാ. കണ്ണാടി. ഇത് ആര് പാക്ക് ചെയ്തയാ? വാപ്പി പാക്ക് ചെയ്തോണ്ട് ഒരു ഭംഗിയും വൃത്തിയും ഉണ്ട്. സത്യം പറ, തറാവിക്ക് പോകുന്നതിന് മുന്നേ ഭൂമിയിൽ നിന്നാണോ? ഞാൻ കിലുക്കം കേട്ട്, ഞാൻ അപ്പോഴേ ഉമ്മാടെ തുറന്നുമ്പോ ഒരു കിലുക്കം കേൾക്കുന്നു. ബൂട്ടോ എടേ, മനസ്സിലായി. ഇവിടെ സെറ്റ് സീൻ സാധനം. ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയുണ്ടല്ലോ, ചുറ്റിനോടൊന്നും കാണത്തില്ല. ഇത് വരുത്താൻ പെട്ട പാട് ഏതൊക്കെ വഴിയില്. ആദ്യം എവള് പോലും അറിയാതെ അവളുടെ നീ പോലും അറിയാതെ നീ ഇത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയേ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇതിനെ കുറിച്ചൊരു ചർച്ച വന്നായിരുന്നു, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലോ? റിയക്ക് വാങ്ങാനാന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ എന്താ വരുന്നത്, എന്റെ ഈ കൂടെ നടന്നിട്ട് എല്ലാവർക്കും അറിയായിരുന്നു ഇത്. എന്നിട്ട് ഗ്രൂപ്പിൽ കൊണ്ടുവന്നത് റിയക്കാന്ന് പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് ഞാൻ പറയും ചെയ്ത് ഇഷ്ടമാണോ പറയിച്ച്. ഇത് എന്റെ സൈസ് തന്നെ. സൈസൊക്കെ കറക്റ്റ്.
അല്ലല്ല കറക്റ്റാ. കുറെ നാളുകൊണ്ട് ഉമ്മാടെയാണത്. ഇത് ഉമ്മാടെ വർക്കായി. സീൻ കൊള്ളാം കേട്ടോ, അടിപൊളി. ഹീല് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹീല്. ഞാൻ ഇനി ഉയരങ്ങളിൽ എത്തും. എന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദേ ഇതൊക്കെയാട്ടോ. അങ്ങനെ ഫൈനലി എന്റെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. വേറെ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ഇത്തവണ കുറെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറെ പേര് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം കൊള്ളാട്ടോ. എനിക്ക് ഒരു ഉമ്മ വരട്ടെ. അടികിളിയെ അത് കിളി കഴുകൻ. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ ഇതൊക്കെ ഉള്ളൂ എന്റെ ബർത്ത്ഡേ വിശേഷം എന്നൊക്കെ പറയാനായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു. ഇതൊക്കെ പോട്ട് എനിക്ക് ആ ഫസ്റ്റ് വന്ന ഒരു സർപ്രൈസ് ഉണ്ടല്ലോ. എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു പരിപാടി, ബർത്ത്ഡേ പരിപാടി ഉണ്ടെന്നായിരുന്നു. പക്ഷെ പണിഞ്ഞപ്പോ ഒരു ബ്രൈറ്റ് ടു ബി ഒക്കെ അങ്ങ് ആയിപ്പോയി. മറ്റേ ഭയങ്കര കൊട്ടാരം പോലൊക്കെ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. അതും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഗിഫ്റ്റ് കിട്ടി, അത്രയും പ്രതീക്ഷയില്ല. എനിക്ക് ഓരോ ബർത്ത്ഡേക്ക് മിണ്ടാതിരി പിള്ളാരെ. എനിക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അതിശയിക്കണം. അങ്ങനെ ഇത് പക്ഷെ കൊള്ളാം, വാവ് ആയിട്ടുണ്ട്. ഇത് അതിലും വാവ് ആയിട്ടുണ്ട്. എനിക്ക് ഞാൻ വൈൻഡപ്പ് പറയുന്നെങ്കിൽ ഇത് ഇട്ടിട്ടേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ഗൈസ്, നമുക്കിനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ കൊള്ളാവോ എന്നൊന്ന് പറയണേ. നല്ല രസമുണ്ട് പക്ഷെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാരും വിഷ് ചെയ്യാത്തവരെന്തെങ്കിലും വിഷ് ചെയ്യണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.